മഴയ്ക്ക് നേരിയ ശമനം. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുന്നു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ തീരദേശത്ത് കടൽക്ഷോഭം പരിഹരിക്കുന്നതിന് നടപടികൾ വൈകുന്നു. കടൽഭിത്തി അടിയന്തരമായി നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മരോട്ടിച്ചാലിൽ കാട്ടാനയിറങ്ങി നേന്ത്രവാഴ കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ തോട്ടത്തിലെ 100ഓളം നേന്ത്രവാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. മണ്ണമ്പേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം. പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചിറ്റാട്ടുകരയിൽ നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കെട്ടിടം എളവള്ളി പഞ്ചായത്തിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണമേറുന്നു. വൈറൽ പനിക്കൊപ്പം ഡെങ്കിപ്പനിയും ഭീഷണിയും. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ചിറ്റണ്ട കാർത്തിക പാടശേഖരത്തിൽ നെൽവയൽ തരം മാറ്റി നികത്താൻ സ്വകാര്യ വ്യക്തിയുടെ നീക്കം. പാടശേഖര സമിതിയും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. മഹാരാഷ്ട്ര തീരം മുതൽ മധ്യ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. ഇതിന്റെ ഫലമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും മറ്റിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ചാവക്കാട് കടപ്പുറം പഞ്ചായത്ത് വാടാനപ്പള്ളി ബീച്ച്, എറിയാട്, എടവലങ്ങ് തുടങ്ങിയ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുകയാണ്. ചാവക്കാട് കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച മുതലാണ് ജില്ലയിലെ തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമായത്. മഴയ്ക്ക് അല്പം ശമനം വന്നതോടെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. ബുധനാഴ്ച രാത്രി 4.15 മീറ്ററായിരുന്നു പുഴയിലെ വെള്ളത്തിന്റെ അളവ്. എന്നാൽ ഇപ്പോഴത് 3.75 മീറ്ററായി കുറഞ്ഞിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വെള്ളത്തിന്റെ അളവും കുറച്ചു. 3 ഷട്ടറുകളിൽ കൂടി 7 അടി വെള്ളമാണ് ഇപ്പോൾ ചാലക്കുടി പുഴയിലേക്ക് വിടുന്നത്. ചാലക്കുടി പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ മലവെള്ളം എത്തുമെന്ന ആശങ്കയ്ക്ക് ഇതോടെ ശമനമായി. ശക്തമായ മഴയിൽ കുന്നംകുളം കുറുക്കൻപാറയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണു. കുറുക്കൻപാറ വീട്ടിൽ ഷൈജുവിന്റെ വീടിന്റെ ചുമരാണ് ഇടിഞ്ഞു വീണത്. അപകട സമയത്ത് വീട്ടിൽ ഷൈജുവും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. ചുമർ ഇടിഞ്ഞു വീഴുന്നത് കണ്ടതോടെ ഇവർ പുറത്തേക്കോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീടിന്റെ ഒരു വശത്തെ ചുമർ ഇടിഞ്ഞു വീണതോടെ മറ്റു വശങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതു നിമിഷവും തകർന്ന് വീഴാറായ വീട്ടിൽ അപകട ഭീതിയോടെയാണ് കുടുംബം കഴിയുന്നത്. കടപ്പുറം പഞ്ചായത്തിലെ തീരദേശത്ത് കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന ദുരിതത്തിന് അറുതി വരുത്താൻ കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന് കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതി യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കടപ്പുറം പഞ്ചായത്തിലെ തീരപ്രദേശം രൂക്ഷമായ കടൽക്ഷോഭം മൂലം വർഷങ്ങളായി ദുരിതത്തിലാണ്. നിരവധി കെട്ടിടങ്ങളും ഭൂമിയും കടലെടുത്തുപോയി. കുടിവെള്ളം ലഭിച്ചിരുന്ന പ്രദേശം ഉപ്പുവെള്ളം കയറി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അടുത്തിടെയുണ്ടായ കടലാക്രമണം തീരദേശത്തെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. കടപ്പുറം പഞ്ചായത്തിലെ പ്രധാന റോഡായ അഹമ്മദ് കുരിക്കൽ PWD റോഡ് തകർച്ചയുടെ വക്കിലാണ്. അഞ്ചങ്ങാടി വളവ് പ്രദേശത്ത് റോഡും കടലും തമ്മിൽ 10 മീറ്റർ അകലത്തിലെത്തിയിരിക്കുകയാണ്. പ്രദേശത്തെ കെട്ടിടങ്ങൾ കടൽക്ഷോഭത്തിൽ തകർന്നു വീഴുകയുണ്ടായി. കടപ്പുറം പഞ്ചായത്തിന്റെ തീരപ്രദേശം ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി തീരദേശത്ത് ടെട്രാപോഡ് സംവിധാനം ഉപയോഗിച്ച് കടൽഭിത്തി കെട്ടി ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് യോഗം ഐക്യകണ്ഠേന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹസീന താജുദ്ദീൻ, VP മൻസൂർ, ശുഭ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ചാവക്കാട്. മരോട്ടിച്ചാലിൽ കാട്ടാന ഇറങ്ങി നേന്ത്രവാഴ കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ തോട്ടത്തിലെ 100ഓളം നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് കാട്ടാനക്കൂട്ടം മരോട്ടിച്ചാൽ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത്.
മണ്ണമ്പേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. നടപ്പുരയിലും ഉപപ്രതിഷ്ഠയ്ക്ക് മുന്നിലും സ്ഥാപിച്ചിരുന്ന 2 ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം. പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 3000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. 4 ക്യാമറകൾ നശിപ്പിക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ആയുധധാരികളായി മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ഭണ്ഡാരങ്ങൾ കൊണ്ടുപോയി ക്ഷേത്രപ്പറമ്പിൽ വെച്ച് താഴെ തകർത്താണ് പണം മോഷ്ടിച്ചത്. വരദരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2 ഭണ്ഡാരങ്ങൾ, ഒന്ന് നടയിലുള്ള ഭണ്ഡാരവും ഗോശാലകൃഷ്ണൻ്റെ മുമ്പിലുള്ള ഭണ്ഡാരവും മോഷണം പോയിട്ടുണ്ട്. ഭണ്ഡാരം പൊളിച്ച് സ്റ്റേജിൻ്റെ പിൻഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ CCTVയിലൊക്കെ നോക്കിയപ്പോൾ അതിൽ മോഷ്ടാവ് വരുന്നതും കുത്തിപ്പൊളിക്കുന്നതും എല്ലാം നമ്മുടെ CCTVയിൽ പെട്ടിട്ടുണ്ട്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചിറ്റാട്ടുകരയിൽ നിർമ്മിച്ച സംരംഭകർക്കായുള്ള സ്റ്റാർട്ടപ്പ് കെട്ടിടം എളവള്ളി പഞ്ചായത്തിന് കൈമാറാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് UDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് UDF അംഗങ്ങളായ OJ ഷാജൻ, ഷെരീഫ് ചിറക്കൽ, ഗ്രേസി ജേക്കബ്, മിനി ലിയോ എന്നിവരാണ് ഇറങ്ങിപ്പോക്ക് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഭരണസമിതിയുടെ തീരുമാനത്തിൽ UDF അംഗങ്ങൾ വിയോജനക്കുറിപ്പും രേഖപ്പെടുത്തി. 2019-20 വർഷത്തിൽ 13.5 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ചിറ്റാട്ടുകരയിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സംരംഭകർക്കായുള്ള സ്റ്റാർട്ടപ്പ് കെട്ടിടം പണിതീർത്തത്. ഉദ്ഘാടനം കഴിഞ്ഞ നാളിതുവരെയായിട്ടും ഒരു സംരംഭവും ആരംഭിക്കാൻ ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൈവശമുള്ള ഈ കെട്ടിടത്തിന്റെ കൈമാറ്റം എന്നത് ഭരണസമിതി യോഗ നോട്ടീസിന്റെ അജണ്ടയിൽ വ്യക്തമാക്കാതെ കത്തുകളും തപാലുകളും എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്നും വസ്തുത മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത ഈ സ്റ്റാർട്ടപ്പ് എന്ന ആവശ്യത്തിന് വേണ്ടി വിഭാവനം ചെയ്ത കെട്ടിടം അതിന് ഉപയോഗിക്കാതെ എളവള്ളി പഞ്ചായത്തിന് സൗജന്യമായി കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ബോർഡിൽ കണ്ടത്. ആ കൈമാറാനെടുത്ത തീരുമാനം നിയമവിരുദ്ധമാണ്. ഒന്ന്, മീറ്റിംഗ് നോട്ടീസിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, കത്ത് അജണ്ടയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. നടപടികൾ പാലിച്ചുകൊണ്ടല്ല അത് കൈമാറാനെടുക്കുന്ന തീരുമാനം. കാരണം അത് ഇപ്പോൾ ഗ്രാമവികസന കമ്മീഷണറുടെ കീഴിലാണ് അത് വരുന്നത് എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പരിഗണിക്കാതെ, അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അജണ്ട പരസ്യപ്പെടുത്താതെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും മറച്ചുവെക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കെട്ടിടം കൈമാറുന്നത് സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഈ തീരുമാനം റദ്ദ് ചെയ്യണമെന്നും UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവർട്ടി. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ആശുപത്രികളിലെ OPകളിൽ ഒരാഴ്ചയായി രോഗികളുടെ തിരക്കാണ്. തൃശൂർ ഉൾപ്പെടെ സംസ്ഥാനത്ത് 4 ജില്ലകളിലാണ് പനി ബാധിതരുടെ എണ്ണം കൂടുതൽ. മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നിവയാണ് മറ്റ് ജില്ലകൾ. മഴക്കാലത്ത് സാധാരണ പടരുന്ന വൈറൽ പനിക്കൊപ്പം ഡെങ്കിപ്പനി ഭീഷണിയുമുണ്ട്. എലിപ്പനി, മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടുന്നവരും നിരവധിയാണ്. ഡെങ്കിപ്പനി അപകടകാരിയാണെന്നതിനാൽ തുടക്കത്തിൽ തന്നെ രോഗനിർണയം നടത്തി ചികിത്സ തേടണം. ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 13,000-ഓളം പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. പനി വന്നാൽ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പനിയുള്ളവർ വേദന സംഹാരി കഴിക്കരുത്. ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. കുടിവെള്ളം മലിനമാകരുത്. ഐസ് ഉപയോഗിക്കുമ്പോഴും ജാഗ്രത വേണം. വീടിനകത്തും പുറത്തും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. കൊതുക് വഴി ഡെങ്കിപ്പനി, സിക്ക വൈറസ്, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പടരുന്നത് ഏറിയിട്ടുണ്ട്. എരുമപ്പെട്ടി ചിറ്റണ്ട കാർത്തിക പാടശേഖരത്തിൽ ഉൾപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ നെൽവയൽ തരം മാറ്റി നികത്തുവാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം. കോൺക്രീറ്റ് തോടിൽ കമ്പിവേലി കെട്ടിയും നെൽവയലിന് ചുറ്റും ശീമക്കൊന്ന മരം നട്ട് രൂപമാറ്റം നടത്തുവാനുമാണ് ശ്രമം നടക്കുന്നത്. ഇതിനെതിരെ പാടശേഖര സമിതിയും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ചിറ്റണ്ട ജുമാ മസ്ജിദ് റോഡിലുള്ള നെൽവയലിൽ മുൻപ് സ്വകാര്യ വ്യക്തി കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ച് കമ്പിവേലി കെട്ടിയിരുന്നു. ഇതിനെതിരെ പാടശേഖര സമിതി പ്രതിഷേധവുമായി രംഗത്തെത്തുകയും അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് വില്ലേജ് പഞ്ചായത്ത് കൃഷി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കമ്പിവേലി പൊളിച്ചു നീക്കാൻ ഉടമയ്ക്ക് ഉത്തരവ് നൽകുകയും ചെയ്തു. എന്നാൽ ഇത് ലംഘിച്ചാണ് നെൽവയലിന്റെ ഉടമ വീണ്ടും ഭൂമി തരം മാറ്റാൻ ശ്രമിക്കുന്നത്. നെൽവയലിൽ കൂർക്ക കൃഷിയും മരച്ചീനി കൃഷിയും നട്ട് ഗ്രീൻ നെറ്റ് കെട്ടി തിരിച്ചും ശീമക്കൊന്ന മരങ്ങൾ നട്ടുമാണ് നികത്താൻ ശ്രമം തുടരുന്നത്. പാടശേഖര സമിതിയുടെ പരാതി പ്രകാരം സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി പോലീസും വില്ലേജ് ഓഫീസറും കമ്പിവേലിയും ഗ്രീൻ നെറ്റും നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
പാടശേഖര സമിതി പ്രസിഡന്റ് പി മനോഹരൻ, സെക്രട്ടറി കെ ഗിരീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് അംഗവുമായ ബിന്ദു ഗിരീഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഒരു സ്റ്റോപ്പ് മെമ്മോ രാമേന്ദ്രൻ ഇഷ്യൂ ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പാടശേഖര സമിതി മറ്റുള്ള പണികളെല്ലാം നിർത്തിവെക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരപരിപാടികളും മറ്റുള്ള പരിപാടികളായിട്ടും ഒഴിഞ്ഞുപോയത്. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ആ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ സ്ഥല ഉടമ ഇപ്പോൾ പാടത്തിന് ചുറ്റും കമ്പിവേലിയും അതുപോലെ തന്നെ നെറ്റൊക്കെ ഉപയോഗിച്ച് സംരക്ഷണം ചെയ്തിരിക്കുകയാണ്. അതിനോട് കൂടെ തന്നെ ഇവിടെ നെൽകൃഷി ചെയ്യാൻ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിൽ കടകൾ അടച്ച് 48 മണിക്കൂർ രാപ്പകൽ സമരം ജൂലൈ 8, 9 തീയതികളിൽ നടക്കും. സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് സമരം. വേതന പാക്കേജ് കാലാനുസൃതമായി പരിഹരിക്കുക, KDPDS നിയമാവലിയിൽ വ്യാപാരികളുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുക, ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സംസ്ഥാനത്തെ മറ്റ് എല്ലാ മേഖലകളിലും സർക്കാർ കൃത്യമായ വേതനവും പരിഷ്കരണ നടപടികളും വരുത്തുമ്പോൾ റേഷൻ മേഖലയെ മാത്രമാണ് ഇത്തരത്തിൽ അവഗണിക്കുന്നതെന്ന് റേഷൻ വ്യാപാരികൾ പരാതിപ്പെട്ടു. സുരേഷ് ഗോപിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ ആം ആദ്മി പ്രവർത്തകനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. PG വിദ്യാർത്ഥി ശ്യാം കാട്ടൂരാണ് അറസ്റ്റിലായത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരിയോട് സുരേഷ് ഗോപി സംസാരിക്കുന്ന ദൃശ്യമാണ് അശ്ലീല വാക്കുകളോടെ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ചത്. ജൂൺ 14 മുടിക്കോട് നടന്ന പരിപാടിയുടെ ദൃശ്യങ്ങൾ ചേർത്തായിരുന്നു പ്രചരണം. സംഭവത്തിൽ ഹരി ചേർപ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരം നിർത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി. ജീവനാഡിയായ അമേച്ചർ നാടക പ്രസ്ഥാനങ്ങളെയും കലാസമിതികളെയും വീണ്ടെടുക്കുന്നതിനായി വിപുലമായ പദ്ധതികൾ അക്കാദമി നടപ്പിലാക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 45 അമേച്ചർ നാടക സംഘങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം 1.5 കോടിയോളം രൂപയാണ് അക്കാദമി ചെലവഴിച്ചിട്ടുള്ളത്. ഇതിന്റെ 90 അവതരണങ്ങൾ 20 കേന്ദ്രങ്ങളിലായി കേരളത്തിലുടനീളം നടത്തുവാനും അക്കാദമി നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും അക്കാദമി സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. എഴുത്തുകാരെ വായനക്കാർക്ക് പരിചയപ്പെടുത്തി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി. പുരോഗമന കലാസാഹിത്യ സംഘം യൂണിറ്റ് പ്രസിഡന്റ് T വർഗീസ് എഴുത്തുകാരെ പരിചയപ്പെടുത്തി. വൈസ് പ്രസിഡന്റ് ലിസി കോര അധ്യക്ഷയായി. നോവലിസ്റ്റ് KS അബ്ദുൾ റഹ്മാൻ, കഥാകൃത്ത് KN ബിന്ദു, ഗാനരചയിതാവ് അനിത ഗോപകുമാർ, KT മീര തുടങ്ങിയവർ സംസാരിച്ചു. നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ അന്തരിച്ചു. 37 വയസ്സായിരുന്നു. ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ നവംബറിൽ റാഷിൻ പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ നടനും ഗായകനുമായ റാഷിന്റെ സഹോദരൻ ഷഹീൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ജനജീവിതം ദുസ്സഹമാക്കുന്ന കരാർ കമ്പനിക്ക് ഒത്താശ ചെയ്യുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിക്കുമെതിരെ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചന്തപുര ബൈപ്പാസിൽ നടന്ന സമരം CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KK ഹാഷിഖ് അധ്യക്ഷത വഹിച്ചു. PH നിയാസ്, KA ഹഫ്സൽ, PB ഹിമ, CS സുവിന്ദ് എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ ഒരു സമരത്തിന് DYFI തയ്യാറായത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി ദുസ്സഹമായ അനുഭവങ്ങളെ മുൻനിർത്തിയാണ്. കുറെ നാളുകളായി കൊടുങ്ങല്ലൂർ നഗരത്തിലൂടെ യാത്ര ചെയ്യാൻ പോയിട്ട് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ വെള്ളക്കെട്ട്, ഈ റോഡിൽ തന്നെ വെള്ളക്കെട്ടാണ്, ചെളിവെള്ളമാണ്. 100 കണക്കിന് കുഴികളാണ് ഈ റോഡിലുള്ളത്. ദിനം പ്രതി ഇതിലേ പോകുന്ന ആളുകൾ പലപ്പോഴും നടന്നു പോകുന്നവരും അതുപോലെ 2 വീലറിൽ പോകുന്നവരൊക്കെ വീഴുമ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. അങ്ങനെ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്.
CPM നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധ സമരവുമായി ഘടകകക്ഷിയായ CPI. സാധാരണക്കാരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥ ഭരണം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം CR റോസലി നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം AH ഹംസകുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TP ജോസഫ്, PV ജോൺസൺ, KA പ്രദീപ്, PK ബാബു, KK ശശി, PK സുലൈമാൻ, AK കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അവരിൽ നിന്ന് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ ഗ്രാമപഞ്ചായത്തിന്റെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ ഓഫ് കേരളയുടെ 5ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനവും സംസ്ഥാന കൗൺസിൽ യോഗവും ശനിയാഴ്ച തൃശൂരിൽ നടക്കും. റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകുക, ജനമൈത്രി പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തുക, പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ കൗൺസിൽ യോഗത്തിലൂടെ സർക്കാരിനോട് സംഘടന ആവശ്യപ്പെടും. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ പ്രസിഡന്റ് ഹാഷിം പറക്കാടൻ, ജനറൽ സെക്രട്ടറി ജോബ് അഞ്ചേരിൽ, സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ D ഗോപാലകൃഷ്ണൻ, ജനറൽ കൺവീനർ PRRS അയ്യർ, ട്രഷറർ ഗഫൂർ T മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഈസ്റ്റ് ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിലുള്ള പുത്തൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുവരുന്ന ഓഫീസ് പൊന്നൂക്കര റോഡിലെ സബ്സ്റ്റേഷൻ പരിസരത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലൂടെ പുത്തൂർ, തൃക്കൂർ പ്രദേശങ്ങളിലെ 16,000-ഓളം ഉപഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കും കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാകും. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിതരണ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA ഷാജു, PK സന്തോഷ്, KH സാദിഖ് എന്നിവർ പങ്കെടുത്തു. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ 100-ൽ പരം വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്ന വായനാ മാസാചരണ പരിപാടിക്ക് തുടക്കമായി. അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് UP സ്കൂളിൽ മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ വർഗീയാടിസ്ഥാനത്തിലും മതാടിസ്ഥാനത്തിലും ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പെട്ടുപോകരുതെന്ന് സുധീരൻ പറഞ്ഞു. ലഹരിയുടെ സ്വാധീനത്തിൽ പെട്ടുപോകാതെ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നവരെ ശരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്നും സുധീരൻ പറഞ്ഞു. PN പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി KG ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് PV രാജു, കൗൺസിലർ മേഫി ഡെൻസൺ, നിർമ്മല കോൺവെന്റ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഹിത ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് AB പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വായനാ ദിനം നിങ്ങളെ കൊച്ചു കുട്ടികളാണ്. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിൽ വെക്കണം. നിങ്ങളൊക്കെ നാളെ ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളിൽ വരും. പലരും നല്ല ഉദ്യോഗസ്ഥന്മാരാകും, പലരും പൊതുരംഗത്ത് വരും. ചിലർ അഭിഭാഷകരാകും, വക്കീൽമാരാകും, ചിലർ ഡോക്ടർമാരാകും, ചിലർ അധ്യാപകരാകും, ചിലർ ആധ്യാത്മിക രംഗത്തേക്ക് ഇറങ്ങും. എവിടെ ചെന്നാലും സത്യം കൈവിടാതിരിക്കുക. സത്യം, ഒരിക്കലും കളവ് പറയരുത്. സത്യം. മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയാമോ? സത്യത്തെക്കുറിച്ച്, സത്യം ഈശ്വരനാണ്. വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡിലെ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സർക്കാർ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡ് തകർന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. വെള്ളിക്കുളങ്ങര കപ്പേള ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് പരിസരം, പെട്രോൾ പമ്പ് പരിസരം, സ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായി നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മഴ ശക്തമായതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞത് കാൽനടക്കാർക്കും ദുരിതമായിട്ടുണ്ട്. ഇരിങ്ങാലക്കുട, തൃശൂർ, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നായി 70-ലേറെ ബസ്സുകൾ എത്തുന്ന വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുഴികൾ രൂപപ്പെട്ടിട്ട് നാളേറെയായെന്ന് നാട്ടുകാർ പറയുന്നു. വേനൽക്കാലത്ത് താൽക്കാലികമായി കുഴികൾ അടയ്ക്കുന്ന പണി ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. കുഴികൾ നിറഞ്ഞ റോഡിലൂടെ ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വെള്ളിക്കുളങ്ങരയിലെ ഓട്ടോ തൊഴിലാളികൾ മണ്ണും കല്ലും ഉപയോഗിച്ച് താൽക്കാലികമായി കുഴികൾ മൂടിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ കൂടുതൽ കുഴികൾ റോഡിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. യാത്രാ ദുരിതം പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടകര.
തൃശൂരിലെ കലാ സാഹിത്യ സാംസ്കാരിക സാമൂഹിക സംഘടനയായ അക്ഷരജ്യോതിയുടെ ആഭിമുഖ്യത്തിൽ പി ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം സംഘടിപ്പിച്ചു. ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CBS മണി, ഡോക്ടർ കെ ഹരിദാസൻ, PJ കുര്യൻ, ജോയ് ചിറമേൽ എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ സന്ദേശവുമായി ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ റാലിയും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. സിവിൽ പോലീസ് ഓഫീസർ PA ഫിറോസ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ ജോഷി പോൾ, സോഫി റാഫി, കവിത മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ ചെസ് സെലക്ഷൻ ടൂർണമെന്റ് ഞായറാഴ്ച തൃശൂരിൽ നടക്കും. അണ്ടർ 19, അണ്ടർ 7 മത്സരങ്ങളിൽ ഓപ്പൺ, ഗേൾസ് വിഭാഗങ്ങളിലായി ജില്ലയിലെ 200ഓളം പേർ പങ്കെടുക്കും. തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷനിലാണ് ടൂർണമെന്റ് നടക്കുക. ടൂർണമെന്റിലെ ഓരോ വിഭാഗങ്ങളിലെയും ആദ്യ 4 സ്ഥാനക്കാർ വീതം സംസ്ഥാന ടൂർണമെന്റിലേക്ക് ജില്ലയിൽ നിന്ന് യോഗ്യത നേടും. മത്സരാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും വിജയികൾക്ക് ട്രോഫിയും സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്റ്റേറ്റ് ടെക്നിക്കൽ ചെയർമാൻ ജോ പറപ്പള്ളി, ജില്ലാ ഓർഗനൈസിംഗ് ചെയർമാൻ PA അലി, ഓർഗനൈസിംഗ് കൺവീനർ ബിന്ദു മണികണ്ഠൻ, ചെസ് ഒളിമ്പ്യൻ NR അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പഞ്ചായത്ത് അംഗം MK ജോസ് ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ PT സുശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക KA സുജിനി, PTA അംഗം ഷംനാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയും കുണ്ടന്നൂർ സെന്റ് ജോസഫ് സ്കൂളും സംയുക്തമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ അച്യുതൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ സെബി കവലക്കാട്ട്, സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസ്, സ്കൂൾ പ്രധാനാധ്യാപകൻ MD ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തവണത്തെ ഓണാഘോഷത്തിന് പൂക്കളം തീർക്കാൻ സ്വന്തമായി പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കയ്പമംഗലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾ. മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയിലെ തളിർ ഗ്രൂപ്പ് ഇത്തവണ വിവിധ വിദ്യാലയങ്ങളിലേക്ക് 6000 ചെണ്ടുമല്ലി ചെടിയും 700 വാടാമല്ലി ചെടികളുമാണ് കൃഷിവകുപ്പിന്റെ സഹായത്തോടെ വിതരണം ചെയ്തത്. ഓരോ വിദ്യാലയങ്ങളിലും അതാത് പഞ്ചായത്തിലെ കൃഷി ഓഫീസർമാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രാതിനിധ്യമുള്ള തളിർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലും ആയിരിക്കും തൈകൾ നട്ടുപിടിപ്പിക്കുക. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പെരിഞ്ഞനം ഈസ്റ്റ് AM LP സ്കൂളിൽ ET ടൈസൺ MLA നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയത്തങ്ങൾ, ER ഷീല, പ്രധാനാധ്യാപിക സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. വട്ടായി വന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് യോഗം ചേർന്നു.
6 വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PB ദിലീപിനെയും വിരമിക്കുന്ന വാച്ചർമാരായ രാജപ്പൻ, അയ്യപ്പൻ, ഭരതൻ എന്നിവരെയും ആദരിച്ചു. യോഗത്തിൽ DCC പ്രസിഡന്റ് സജി കൊണ്ടിയാരത്ത് അധ്യക്ഷത വഹിച്ചു. മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് 6ാം വാർഡ് അംഗം CP ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. പൊങ്ങണങ്കാട് SFO പ്രസാദ്, BFO പ്രശാന്ത്, വട്ടായി വനസംരക്ഷണ സമിതി അംഗങ്ങൾ, വാച്ചർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബസ് കാത്തിരിപ്പുകാർക്കും ഓട്ടോപേട്ടയ്ക്കും ഭീഷണിയായി വൻമരങ്ങൾ. വേലൂർ പുലിയന്നൂർ സെന്ററിലെ വൻമരങ്ങളാണ് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നത്. കാറ്റിൽ വൻ മരങ്ങൾ വീണ് അപകടമുണ്ടാകുന്നത് വർദ്ധിച്ചതോടെയാണ് പുലിയന്നൂരിലെ ഓട്ടോപേട്ടയ്ക്കും ബസ് സ്റ്റോപ്പിനും സമീപമുള്ള വൻമരങ്ങൾ ഭീഷണിയാകുന്നതായി ഓട്ടോ ജീവനക്കാരും യാത്രക്കാരും പരാതിപ്പെടുന്നത്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിനെയും കുന്നുകുളം വടക്കാഞ്ചേരി റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് തലക്കോട്ടുകര പാഴിയോട്ടുമുറി റോഡ്. പഞ്ചായത്ത് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും അപകട ഭീഷണിയായ മരങ്ങൾ മുറിക്കാനോ ശാഖകൾ വെട്ടാനോ അധികൃതർ ആരും തയ്യാറായിട്ടില്ല. ശക്തമായി കാറ്റ് വീശിയാൽ മരക്കൊമ്പുകൾ വൈദ്യുതി ലൈനിൽ തട്ടി വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതും പതിവാണ്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരാണ് ബസ് സ്റ്റോപ്പിൽ എത്താറുള്ളത്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. CPM നേതാവ് VT കുമാരന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. കാക്കശ്ശേരിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ചിറ്റാറ്റുകര CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. CF രാജൻ, RA അബ്ദുൽ ഹക്കീം, കൃഷ്ണൻ തുപ്പത്ത്, KG സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. പുതുക്കാട് CG ഓഡിറ്റോറിയത്തിന് സമീപം റോഡിൽ മരപ്പട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കഴുത്തിലും ദേഹത്തും മുറിവേറ്റ നിലയിലാണ്. നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചു. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സൗഹൃദ വസ്ത്രങ്ങളുമായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ഫാഷൻ ഷോ. ചണച്ചാക്കുകളിൽ വരെ വസ്ത്ര വൈവിധ്യം തീർത്തിരിക്കുകയാണ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം വിദ്യാർത്ഥികൾ. ജൂട്ട്, കയർ, കോട്ടൺ എന്നിവ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് വിദ്യാർത്ഥിനികളായ മോഡലുകൾ റാമ്പ് വാക്ക് നടത്തി. ഫാഷൻ ഷോയിൽ അണിനിരുന്ന മോഡലുകളും ഉണ്ടായിരുന്നു. വൈവിധ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ജെനിഫറും മണിപ്പൂരിൽ നിന്നുള്ള മേഴ്സിയും മോഡലുകളായി റാമ്പിലെത്തി. വ്യവസായി വിപിൻ പാറമക്കാട്ടിൽ ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസ്സി അധ്യക്ഷത വഹിച്ചു. വെങ്കിടങ്ങ് GMLP സ്കൂളിൽ ബാല പദ്ധതി പ്രകാരം നവീകരിച്ച പാർക്ക് വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം NK വിമല അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക KK ജെയ്സി, മുല്ലശ്ശേരി BPC അനീഷ് ലോറൻസ്, മുല്ലശ്ശേരി ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EV പ്രബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിനെ വരവേൽക്കാൻ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ചെണ്ടുമല്ലി തോട്ടങ്ങളൊരുക്കി മേലൂർ പഞ്ചായത്ത്. 25,000 ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, കർഷക കൂട്ടായ്മകൾ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കൃഷി ചെയ്യുന്നത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് മെമ്പർ ഇന്ദിര പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾക്ക് ലഹരി നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ GP ശ്രേയസ് നിർവഹിച്ചു. സെമിനാറിൽ മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് TS മായാദാസ് വിഷയാവതരണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർമാരായ K രോഹിണി, രശ്മി G നായർ എന്നിവർ സംസാരിച്ചു. തളി നെഹ്റു സ്മാരക വായനശാല ANMM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. വായനശാല സെക്രട്ടറി CK വിനോദ്, ജോയിന്റ് സെക്രട്ടറി TPA ഹമീദ്, ലൈബ്രറിയൻ C ഗീത, അധ്യാപകരായ AN നീലകണ്ഠൻ, അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു.
വിദ്യാർത്ഥിയായ ഭാമ സുധീർ രചിച്ച ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം വെൽകിൻസ് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ പ്രകാശനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ സുജാത ഗോപിനാഥ് ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലത്തി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ദേവമാതാ സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഭാമ സുധീർ. എഴുത്തുകാരൻ MV ഫാബിയസ് പുസ്തക പരിചയം നടത്തി. കവി പ്രേംശങ്കർ അന്തിക്കാട്, PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, RA അബ്ദുൽ ഹക്കീം, സനു തത്തമ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അമ്മയുടെ ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ യൂണിഫോം നൽകി കുടുംബാംഗങ്ങൾ. കാക്കശ്ശേരി ഇരിങ്ങപ്പുറത്ത് അമ്മിണിയുടെ ഓർമ്മയ്ക്കായാണ് കുടുംബം വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ യൂണിഫോം സൗജന്യമായി വിതരണം ചെയ്തത്. എളവള്ളി പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ് യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്തു. KD വിഷ്ണു അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി മറ്റത്തൂരിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം SYS തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സൈദി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് മറ്റത്തൂർ സർക്കിൾ പ്രസിഡന്റ് മജീദ് സഖാഫി അധ്യക്ഷത വഹിച്ചു. ഷിഹാബ് നിസാമി, സദറുദ്ദീൻ കോടാലി, ഷെരീഫ് കോടാലി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ നാർക്കോട്ടിക് സെൽ ASI സനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായി. സെക്രട്ടറി സൗമ്യ യോഗേഷ്, PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ, പ്രധാന അധ്യാപിക ബീന ജേക്കബ്, SPG കൺവീനർ B സ്മിത, സ്പെഷ്യൽ ബ്രാഞ്ച് ASI MA ജിജി തുടങ്ങിയവർ പങ്കെടുത്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെയും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെയും സോഷ്യൽ സയൻസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണ സെമിനാർ സംഘടിപ്പിച്ചു. പുതുക്കാട് മുൻ SI M രാമചന്ദ്രൻ ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, സ്കൗട്ട് മാസ്റ്റർ K സിജോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6550 രൂപ, പവന് 52,400 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3604 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം തുടരുന്നു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ തീരദേശത്ത് കടൽക്ഷോഭം പരിഹരിക്കുന്നതിന് നടപടികൾ വൈകുന്നു. കടൽഭിത്തി അടിയന്തരമായി നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മരൊട്ടിച്ചാലിൽ കാട്ടാന ഇറങ്ങി നേന്ത്രവാഴ കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ തോട്ടത്തിലെ 100ഓളം നേന്ത്രവാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. വണ്ണംപേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം. പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചിറ്റാട്ടുകരയിൽ നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കെട്ടിടം എളവള്ളി പഞ്ചായത്തിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണമേറുന്നു. വൈറൽ പനിക്കൊപ്പം ഡെങ്കിപ്പനി ഭീഷണിയും. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ചിറ്റണ്ട കാർത്തിക പാടശേഖരത്തിൽ നെൽവയൽ തരം മാറ്റി നികത്താൻ സ്വകാര്യ വ്യക്തിയുടെ നീക്കം. പാടശേഖര സമിതിയും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.